ഇന്ന് ഞങ്ങൾ ചേലക്കര ഒരു റബ്ബർ തോട്ടത്തിലാണ് നിൽക്കുന്നത്. ഇത് മിസ്റ്റർ ഉദയൻ ഒരു സകലകലാ വല്ലഭനാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നെയ്യപ്പം നിന്നാൽ രണ്ടുണ്ട് കാര്യം എന്ന് പറയും പോലെ ഉദയനെ കൂട്ടിയത് കൊണ്ട് എനിക്ക് പല കാര്യങ്ങളും ഒരു കുടക്കീഴിൽ എല്ലാം എന്ന് പറയും പോലെ ഒരു കുടക്കീഴിൽ എനിക്ക് എല്ലാ കാര്യങ്ങളും ഇദ്ദേഹത്തോട് സാധിക്കാം. അപ്പോൾ ഉദയൻ്റെ പേരെന്താണ്? അല്ല, ഉദയനാണുള്ള പേര്, ഉദയൻ എന്ന. അപ്പോൾ ഉദയൻ്റെ വീട് ചക്കത്തുകുന്നാണ്, ഇളനാടിൽ. ഞങ്ങൾ നെയ്ബേഴ്സാണ്. താങ്കളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ ജനങ്ങളോട് പറഞ്ഞു കേൾപ്പിക്കും. താങ്കളുടെ സകലകലാ വല്ലഭത്വം ഒന്ന് പറഞ്ഞു കേൾപ്പിച്ചേ. സാർ, എൻ്റെ പേര് ഒരു ഉദയനാണ് താരം. അപ്പോൾ താങ്കളൊരു സകലകലാ വല്ലഭനാണെന്ന്. അപ്പോൾ താങ്കൾ ചെയ്യുന്ന ജോലികളൊക്കെ നമ്മുടെ പ്രേക്ഷകരോട് പറഞ്ഞു കേൾപ്പിക്കാമോ? താങ്കൾ എത്ര വരെ പഠിച്ചിട്ടുണ്ട്? പഠിപ്പില്ല, വിദ്യാഭ്യാസമില്ല. പിന്നെ ഏതൊക്കെ പണിക്ക് പോവും? മരം വെട്ടാൻ പോവും, തെങ്ങ് കയറ്റം, പിന്നെ നമ്മള് കൂലിപ്പണി അല്ലേ? കൂലിപ്പണി. പുല്ലടിക്കോ? പാടത്തെ പണിയെല്ലാം ചെയ്യും, പുല്ല് വെട്ടും. പിന്നെ അതുകൂടാതെ താങ്കൾ ഒരു സ്പെഷ്യൽ പണിക്കാരനാണെന്ന് കേട്ടു. എന്താണത്? അത് നമ്മള് ചവ ഉണ്ടെങ്കിൽ ചവ എടുക്കും. അതായത് പള്ളികളിലൊക്കെ ചവ ഉണ്ടെങ്കിൽ അത് എടുക്കും. അതുണ്ടെങ്കിൽ പള്ളികളിൽ ശവ കുഴി എടുക്കൂല്ലേ? കുഴി എടുക്കുമ്പോ ചവം കിട്ടും. അപ്പൊ അതിനൊക്കെ എടുത്ത് മാറ്റി മുകളിലേക്ക് വെക്കും. പിന്നെ അതിന്റെ കൂടെ തന്നെ ഇട്ട് അതിന് താഴെ കുടക്കുഴി കുത്തിയിട്ട് അതിൽ അടിയിൽ. അപ്പൊ ഇത് കബറെല്ലാം അടക്കുന്നത് നിങ്ങളാണല്ലേ? അപ്പോ ഒരു കുഴി കുത്തി മൃതദേഹം മറവ് ചെയ്ത് അതിനെ അടക്കി കഴിയുന്നവരുള്ള ഇത് നിങ്ങളുടെയാണ്. അപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ, ഇതിന് താങ്കളാണോ, താങ്കളുടെ കൂടെ ആരെങ്കിലും ഉണ്ടാവുമോ? ഒറ്റയ്ക്കാണോ? മൂന്നാളുണ്ടാവും. അപ്പൊ നിങ്ങളൊരു ടീമാണ് അല്ലേ? അപ്പോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മൃതദേഹം മറവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പാരിതോഷികം അത് എത്രയായിരിക്കും? അത് നമുക്കൊരു ചിലപ്പോ 3000, ചിലപ്പോ 5000. അപ്പൊ അത് ആളുകളുടെ അനുസരിച്ചാണല്ലേ അവര് തരുന്നതാണ്? നിങ്ങൾ ചോദിച്ചു വാങ്ങുകയാണോ? ചോദിച്ചു മേടിക്കല്ല. അപ്പൊ സന്തോഷത്തോടെ തരുന്നു വാങ്ങുകയാണ്. അപ്പൊ കൊള്ളാം, ശരി, സന്തോഷം ഉദയ. അപ്പോ മൂന്ന് മക്കളുണ്ടല്ലേ? ആൺകുട്ടികളും പെൺകുട്ടി. അതെ അല്ലേ? മകള് നഴ്സാണ്. അതെ. ഭാര്യ കുറച്ച് ആടുണ്ട്, അത് മേച്ചുകൊണ്ട്. അപ്പൊ ഓക്കെ, സന്തോഷം. നല്ല വരുമാനമുള്ളൊരു വീടാട്ടോ. അപ്പൊ നന്നായി ജീവിക്കുക, മറ്റുള്ളവർക്ക് കുറെ സേവനങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഇനി ഞങ്ങളുടെ അടുത്ത പരിപാടിയിലോട്ട് നമുക്ക് പോകാം. അപ്പോൾ ഇതാണ് തോട്ടം. ദൂരെ കാണുന്ന റോഡ്. ലെഫ്റ്റിലോട്ട് പോയാൽ ഒരു ചെക്ക് ഡാമുണ്ട്. വെങ്ങാനല്ലൂർ കൃഷിഭവൻ്റെ അവിടെ ഒരു ചെക്ക് ഡാം, മേലാങ്കോല് ഒരു ചെക്ക് ഡാമാണ്. അവിടെ വെള്ളം കെട്ടി നീന്തൽ പഠിക്കാനൊക്കെ നല്ല സൗകര്യങ്ങളുണ്ട്, നീന്തി കുളിക്കാം. അപ്പോൾ ഇന്നത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടില്ലേ, ഈ സ്ഥലമാണ് ഇന്ന്. ഇവിടെ പുല്ല് വെട്ടണം. അതിൽ കൂടാതെ വേറൊരു ടാർഗറ്റ്, ഞാൻ ശീമക്കൊന്ന മറിഞ്ഞ് 2 റബ്ബർ മരങ്ങളുടെ മുകളിലോട്ട് ചാഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. ഞാനും വിചാരിച്ചു ശീമക്കൊന്നയെന്ന് വെച്ചപ്പോൾ ഇങ്ങനത്തെ ശീമക്കൊന്നയാന്ന് ഞാൻ വിചാരിച്ചില്ല. കണ്ടില്ലേ, ഈ ശീമക്കൊന്ന ഇവിടുന്ന് വെട്ടി മാറ്റുക. അതിൽ നിന്ന് ശീമക്കൊന്നയാണ്. ഒരു മരം കൊണ്ട് അതും കൂടെ വെട്ടി മാറ്റണം. അതുകൂടാതെ ഒരു വള്ളി, ഈ വള്ളിയുടെ പേരും എനിക്ക് മറന്നുപോയ കാണുന്നില്ല. ഞാനൊരു മലയോരത്ത് താമസിക്കുന്ന വ്യക്തിയാണ്. ഇത് കണ്ടില്ലേ, ഈ 3 റബ്ബർ മരത്തിനെ കൂടെ കൂട്ടിയിണക്കിക്കൊണ്ട് ചേർത്തുകൊണ്ട് ഒരു ത്രിമൂർത്തികളായിട്ടാണ് ഇവിടെ ഈ 3 റബ്ബർ ഇവിടെ നിൽക്കുന്നത്. മുകളിൽ കണ്ടില്ലേ, ആ വള്ളി അവിടെ നിന്ന് കയറി ഈ മരത്തേക്ക് ചുറ്റി. അപ്പോൾ 3 റബ്ബർ മരം ഇപ്പോൾ വെട്ടാൻ കഴിയാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇതൊന്ന് മാറ്റണം. ഇപ്പോൾ റബ്ബറിൻ്റെ പാലിനൊക്കെ നല്ല വിലയാണ്. അപ്പോൾ കണ്ടില്ലേ, ഈ മരം കണ്ടോ, ഇത് ശീമക്കൊന്നയാണ് കേട്ടോ, ചെറിയൊരു ശീമക്കൊന്ന. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ കടയാണിത്. ഇത് കണ്ടോ, 3 കമ്പ് വന്ന് വളർന്ന് ആണ് ഈ കൊന്ന ഇങ്ങോട്ട് മറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് വെട്ടിമാറ്റുന്നതാണ് ഞങ്ങളുടെ അടുത്ത പ്രോഗ്രാം. ഓക്കെ, അപ്പോൾ ഇതിനായി ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഉപകരണങ്ങൾ ഇത് കണ്ടില്ലേ, ഇതാണ് പുല്ലുവെട്ടി, വുഡ് കട്ടർ, പിന്നെ വാക്കത്തിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പണിയിലോട്ട് തുടങ്ങാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങളിങ്ങനെ വെട്ടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം താഴെ കുറേ കമ്പൊക്കെ കിടക്കൊണ്ട് പുല്ല് അടിച്ചപ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ട്. അപ്പോൾ കമ്പൊക്കെ ഇത് വെട്ടി മാറ്റുകയാണ്. ഇപ്പം ഇങ്ങനെ റബ്ബറിൻ്റെ അടുത്തേക്ക് എത്തി കേട്ടോ.
ഒന്നാമത് റബ്ബറാണ് കണ്ടില്ലേ, ഇത് വെട്ടാൻ നല്ല പാല് കിട്ടുന്നതാണ്. ഇപ്പം അതിനടുത്തേക്ക് എത്തി, ഇവിടെ എത്തി അടി വന്ന് വൃത്തിയാക്കുകയാണ് കണ്ടില്ലേ. വാള് ജാമായിരിക്കുകയാണ്. അപ്പോൾ അല്പം റെസ്റ്റായിപ്പോയി. അപ്പോൾ അതെല്ലാം കാണാൻ വേണ്ടി ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളുകൾ നിരാശയായിട്ട് പോകാൻ പോകുന്ന രംഗമാണ് ഈ കാണുന്നത്. ഓക്കെ ബായ്, ടാറ്റ. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ മുറിക്കാം കേട്ടോ. ആ ബായ്, ഒരു ടാറ്റ തന്നേ, ബായ്. ഇപ്പോൾ മണി 10:30 ഇത് വലിയ ടാർഗറ്റാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ്ടല്ലോ, ഈ വള്ളിയൊക്കെ ഇങ്ങനെ കയറി കിടക്കായി റബ്ബറിൽ. ബാക്കിയുള്ള പിന്നെ വലിയ പ്രശ്നമില്ല ഇവിടെ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ തടിയാണ്, അതിൻ്റെ അങ്ങപ്പുറത്ത് തടിയുണ്ട്. പിന്നെ അവിടെ ഒരു വള്ളിയുണ്ട് കേട്ടോ, അതിനൊരു പ്രത്യേകത ഉണ്ട്, കാണിച്ചു തരാവേ. ആ പേരങ്ങ് മറന്നു പോയി. ഇതിപ്പോൾ ഈ ഇതിനകത്ത് കയറി കിടന്നൊരു വള്ളിയാണ് കേട്ടോ. കിടപ്പുണ്ട്, ഇഷ്ടംപോലെ കിടപ്പുണ്ട് വള്ളി. പേരറിയില്ല എന്താന്ന്, നോക്കാം, എന്താന്ന് നോക്കാം, കണ്ടുപിടിക്കാൻ നോക്കാം. ഇത് കണ്ടില്ലേ, ഈ വള്ളി എൻ്റെ ഇടയിലാണ് കിടക്കുന്നത് കണ്ടോ. ആരും പറയും പാമ്പല്ലെന്ന്, നോക്കി വളഞ്ഞ് പൊളഞ്ഞ് ഇത് കണ്ടോ, ഇങ്ങനൊരു വള്ളിയാണ്. ഞാനെന്തായാലും ഈ വള്ളി എല്ലാം വെട്ടിയെടുക്കും കേട്ടോ. ആർക്കെങ്കിലും വേണമെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് കൊണ്ടുപോകാം, പൈസ തരണ്ട. കണ്ടില്ലേ, ഇനി കിടക്കുന്നുണ്ടോ. അപ്പോൾ ഒരു ഞാൻ വെച്ചാൽ കുറച്ചുണ്ടാവുന്ന വിചാരിച്ചേ. അപ്പോൾ പണി പാളി. അതെ, സമയം ഇന്നും കൊണ്ട് തീരാൻ ലക്ഷണമില്ല കേട്ടോ. അതെ, തടിയുടെ വണ്ണം കണ്ട. ഇതാണ് അതിലെ ഇതേ വേറൊരു ശീമക്കൊന്ന എങ്ങനെ കിടക്കുന്നത്. ദേ അവിടെയും വള്ളി കിടക്കുന്നുണ്ട് കേട്ടോ. നോക്കിയാണേ, ആ വള്ളി അടുപ്പിച്ച് കാണിച്ചില്ല കേട്ടോ, സൂം ചെയ്ത് കാണിക്കാം. കണ്ടോ, ആ വള്ളി കയറി പോയിക്കുന്നുണ്ടോ, നോക്കി. എൻ്റെ അമ്മ, ആ മുകളിലോട്ട്, ആ റബ്ബറിൻ്റെ പണി കഴിക്കാൻ തോന്നുന്നു കണ്ടല്ലേ. ഇത്രയും വള്ളി കയറി ഇവിടെ നിന്ന് മറിഞ്ഞിരിക്കുകയാണ്. അത് വളർന്നു വരുന്നത് ഇവിടെ നിന്നാണേ കണ്ടോ. അതാണ് അപ്പുറത്തെ അതിര്. നമ്മുടെ പറമ്പിൽ നിന്നാണ് ഉത്ഭവം അല്ലേ. വളരെ രസമല്ലേ. ഓക്കെ, ഇതെന്താ മരുന്ന് കണ്ടുപിടിക്കട്ടെ. അപ്പോൾ ഞങ്ങൾ നിരാശരായി പോവുകയാണ്. കാരണം എന്താ വെച്ചാൽ ഞങ്ങളുടെ ടാർഗറ്റ് ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ പറ്റിയില്ല. മോട്ടർ കേടായി, മനസ്സിലായില്ലേ. അപ്പോൾ എന്തോരം വർക്ക് കഴിഞ്ഞു നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതുണ്ടല്ലേ, ഇത്രയും സാധനമാണ് ഞങ്ങൾക്ക് വെട്ടാൻ കഴിഞ്ഞത്. എന്നാലും കുഴപ്പമില്ല, ഞങ്ങളുടെ ഇതനുസരിച്ച് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. കാരണം കണ്ടില്ലേ, ഒത്തിരി ഇതുണ്ടോ, പിന്നെ ഇത്രയും വിറകുണ്ട്. അതിനെക്കാട്ടും എനിക്ക് വളരെ സന്തോഷമായൊരു കാര്യം, നമ്മുടെ ഇത് എന്ത് വള്ളിയാണെന്ന് എനിക്കറിയത്തില്ല.